ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ താമരപ്പൂ വിരിഞ്ഞ് വിടർന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്കും ചിലപ്പോൾ ഇത് നാളെയൊക്കെ ആയിട്ട് ഇത് അത്യാവശ്യം കൂടെ ഒരു വലുപ്പത്തിലേക്ക് എത്തുമായിരിക്കും. പിന്നെ ഇവിടെ ഒരാഴ്ചയായിട്ട് മഴയാണ്. അപ്പോൾ മഴയായത് കാരണം ഇത് ഇനി എന്തെങ്കിലും തരത്തിലേക്ക് ഒരു ഇങ്ങനെ ചുരുങ്ങിയിരിക്കണോ അല്ലെങ്കിൽ ഈ പൂവിൻ്റെ ഒരു ഫുൾ ആ ഒരു ഫങ്ഷനിങ് ഫോമിലേക്ക് എത്താൻ സമയത്തൊന്നും അറിയത്തില്ല. എന്തായാലും ഈ പൂവ് ആക്ച്വലി ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ മൊട്ട് ഇവിടെ കാണാൻ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. ഇത് വിരിഞ്ഞ് കാണുന്നതിനേക്കാളും ഇതിൻ്റെ മൊട്ട് കാണുന്നതിനാണ് ഏറ്റവും ഭംഗി. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഈ കല്യാണ മാലകളിലൊക്കെ താമരയുടെ മൊട്ടുകൾ തന്നെ യൂസ് ചെയ്യുന്നത്, പൂ ഉപയോഗിക്കാത്തതും. ശരിക്കും ഇത് ഈ കാണുന്ന നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന കളറിനേക്കാളും നല്ല ഭംഗിയിലാണ് ഇവിടെ ഇതിൻ്റെ റിയൽ കളർ കാണാൻ പറ്റുന്നത്. ഇത് ഈ മഴയും ഇതും കാണും, പിന്നെ പൂവിൻ്റെ വെയിറ്റും ഒക്കെ കാരണം ഇത് ഇവിടെ നിന്ന് ഈ പൂവ് ആക്ച്വലി ഇങ്ങ് പുറത്തേക്ക് ചരിഞ്ഞ് കിടക്കുമായിരുന്നു. ഞാൻ പിന്നെ അതിനെ എടുത്ത് ഈ കമ്പിലേക്ക് കെട്ടി വെച്ചേക്കുകയാണ്. എന്തായാലും ഇത് കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെയുള്ള ഒരു നമ്മുടെ സാധാരണ നമ്മളധികം കാണാത്ത ടൈപ്പ് ഓഫ് ഒരു ഫ്ലവർ നമ്മുടെ ഗാർഡനിൽ, അതുകൊണ്ട് കൊള്ളാം. പിന്നെ അകത്ത് കുറച്ച് വിത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ നോക്കണം, ഭാവിയിലത്തേക്ക് നോക്കണം. അപ്പം ഇതാണ് നമ്മുടെ താമരയുടെ അപ്ഡേറ്റ്. താഴെക്കുളത്തിൽ വേറെ പുതിയ മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇത് പൂത്താൽ നല്ല ഒരുപാട് പൂക്കളുണ്ടാവും ഇതിനകത്ത്, കൊള്ളാം.